ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. പുട്ടുപൊടി വെച്ചാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് പുട്ടുപൊടി നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇതൊരു കൂർക്ക് റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് പാപ്പുട്ടെന്നാണ്. ഈ പുട്ടുപൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിലേക്ക് 1/4 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തത് നമുക്കൊന്ന് മൂടി ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പാല് കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാപ്പുട്ടിൻ്റെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാപ്പുട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ പാപ്പുട്ടെന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഇതെടുക്കാൻ പറ്റും. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇഡ്ഡലി ചെമ്പ് ഓൾറെഡി ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ച് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അടിയിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിരുന്നത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ആവി കയറ്റി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപ്പുട്ടൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. നമുക്കിതൊന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എനിക്കിത് വെറുതെ കഴിച്ചപ്പോൾ തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമുക്ക് കൂടുതൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോൺ വെജ് കറികളുടെ ഒപ്പമാണ്. നമ്മൾ നോയമ്പിലായതുകൊണ്ട് സോയ ചങ്ക്സിന്റെ കറിയുടെ ഒപ്പമാണ് കഴിച്ചത്. അതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ മലയാളികൾ കൂടുതലും പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ കംഫർട്ട് സോണാണ് പുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ പാപ്പുട്ടിന്. അപ്പോൾ ഈ പാപ്പുട്ടിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.